അടിപൊളി ബൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മള് കുക്കിംഗ് വീഡിയോ അല്ല, ഒരു കൃഷി കാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കൃഷി സ്ഥലം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ ഈ കൃഷി സ്ഥലം തൃശ്ശൂർ കോർപ്പറേഷൻ അല്ല, തൃശ്ശൂർ ഡിസ്ട്രിക്ട് തന്നെയാണ്. എൻ്റെ സ്ഥലമാണിത്. 70 സെന്റ് സ്ഥലമുണ്ട് ഇവിടെ. അപ്പൊ നമ്മളിവിടെ കൃഷി എന്ന് പറഞ്ഞാൽ തെങ്ങ്, പിന്നെ അത്യാവശ്യം കപ്പ നട്ടിട്ടുണ്ട്, മുരിങ്ങ, ചേമ്പ്, പിന്നെ അതേ വെണ്ട, ഒരു മിക്സ് കൃഷി. നമ്മളിപ്പോൾ ഇവിടെ ഒരാളെ ഏൽപ്പിച്ചത്, നമുക്ക് അവിടെ നിന്ന് വന്ന് ഒരു 10-18 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഡെയിലി വന്നിട്ട് നമുക്കിത് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരാളെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആളാണ് ഇതൊക്കെ നോക്കുന്നത്. അതേ ആള് നല്ല അടിപൊളിയായിട്ട് ഇവിടെ മിക്സ് ആയിട്ട് കൃഷി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂർക്ക നട്ടിട്ടുണ്ട്. അതേ ഇവിടെയൊക്കെ നിറച്ച് കൂർക്കയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഓരോ ഫ്രൂട്ട്സിൻ്റെ തൈകൾ അതൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടോ, അപ്പം ഇപ്രാവശ്യം വെച്ച് കൊടുത്താണത് മാംഗോസ്റ്റിൻ്റെ തൈ. നമ്മൾ മണ്ണുത്തിയിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മുളക് നമുക്ക് നിറച്ച് കിട്ടിയിരുന്നു. ഇപ്പം ഇത്തിരി കുറവാണ്. ഇതൊക്കെ കഴിഞ്ഞ് 2 കൊല്ലം ആയി തൈകളൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ട്. ഇതിലൊക്കെ മുളക് കുറഞ്ഞു തുടങ്ങി. ഇനി വേറെ പുതിയ തൈ നമ്മൾ താഴെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൃഷി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതൊരു 3 തട്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ താഴെ ഈ സ്ഥലത്ത് കൃഷി ഉണ്ടെങ്കിൽ ഇപ്പം താഴെ കുറച്ച് തൈകളൊക്കെ ചെറുതായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തം വെച്ച് കൊടുത്താൽ നമുക്ക് പുല്ല് നിറഞ്ഞിട്ട് നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്യാനൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുള്ള കാരണം ഒരു സ്ഥലത്ത് തന്നെ ആവുമ്പോൾ എളുപ്പമല്ല വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ മിക്സായിട്ട് ചെയ്ത് വെച്ചേക്കണത്. അതേലതേ മഞ്ഞൾ നട്ടുണ്ട്, പിന്നെ ചേമ്പ്, പയറ് ഒക്കെ ഇങ്ങനെ ഇടയിലിടയിൽ വെച്ച് കൊടുത്തേക്കാണ്. പപ്പായ എന്നൊക്കെ പറയില്ലേ, അതാണ് സാധനം. പിന്നെ അതേ ചേന, പിന്നെ അതേ മുരിങ്ങയുടെ ഇടയിലൊക്കെ മുരിങ്ങയുടെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ഉണ്ട്. ഈ കപ്പയുടെ ഇടയിലൊക്കെ വെണ്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇങ്ങനെ ഇടയിലിടയിൽ പല കൃഷികളായിട്ടാണ് ചെയ്തേക്കണത്. കൂർക്ക നിറച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മുടെ അതേ സപ്പോട്ടയുടെ ഒരു തയ്യാണ്. 2 കൊല്ലം മുമ്പ് വെച്ച് കൊടുത്താണ്. ഇപ്പോൾ അതേ കുറേശ്ശെ ഉണ്ടായി തുടങ്ങി, കണ്ടോ. പിന്നെ അതേ നനക്കിഴങ്ങ്, പൊടിക്കിഴങ്ങ് എന്നൊക്കെ പറയും. ഒരു ഇങ്ങനെ നാര് ആയിട്ടുള്ള ഒരു കിഴങ്ങുണ്ട്. നമ്മൾ ഈ ഡിസംബറിൽ നമ്മുടെ തിരുവാതിരയ്ക്കൊക്കെ കടകളിൽ കിട്ടും. ആ കിഴങ്ങിൻ്റെ ഇതാണത്. പിന്നെ അതേ കാച്ചിൽ, പിന്നെ വഴുതന ഇടയിൽ ഇത് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളും അത്യാവശ്യം കുറേശ്ശെ ഇതൊക്കെ കാച്ചിലാണ്. പിന്നെ നമ്മുടെ വാഴ, ഇതൊക്കെ മറ്റേ പാളയംകുടനും പിന്നെ ഞാലിപ്പൂവനൊക്കെ ഉണ്ട്. അത് പാളയംകുടൻ, ഇത് ഞാലിപ്പൂവൻ്റെ വാഴയാണിത്. അപ്പം നമ്മുടെ വടുകപ്പുളി, നാരകം നമ്മളിവിടെ പറമ്പിൽ, ഞാനിവിടെ നിന്നാണ് വടുകപ്പുളി ചമ്മന്തിക്കൊക്കെ ഈ വടുകപ്പുളിയുടെ ഇല പൊട്ടിച്ചുകൊണ്ട് വരാറ്. അപ്പം അതിന് നമ്മളുടെ ഈ പറമ്പ് നിൽക്കുന്നത്, ഇത് നേരെ കാണുന്നത് മച്ചാട് മലയാണ്. മലയുടെ ഭയങ്കര ഭംഗിയാണ് ഈ സ്ഥലം കാണാനായിട്ട്. ശരിക്കും ഒരു വൈകുന്നേരമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് നല്ലൊരു വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. നമ്മുടെ മുളക് ഇപ്പോൾ ഇവിടുന്ന് കിട്ടിയത് ഇതൊന്നും അല്ല കേട്ടോ, കുറേ മുളക് നമുക്ക് കിട്ടാറുണ്ട്. നമ്മൾ വീട്ടിലും കൃഷിയുണ്ട് അത്യാവശ്യം മുളക്. നമ്മൾ മുളകൊന്നും പുറത്തുനിന്ന് വാങ്ങാറേ ഇല്ല. ഇപ്രാവശ്യം പറമ്പിൽ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, മഴ കണ്ടമാനം നിന്ന കാരണം മുളക് കിട്ടിയത്. ഇപ്പം ഇത് ഇവിടെ കണ്ടോ, ചീനിമുളകാണിത്. നമ്മളിവിടെ നിന്ന് തന്നെയാണ് അത്യാവശ്യം നമ്മളെ കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് മുളകൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് വാങ്ങാറേ ഇല്ല പുറത്തുനിന്ന്, ഉണ്ടോ. അപ്പോൾ ഒരു 2-3 തൈയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വീട്ടിലേക്കുള്ള മുളക് കിട്ടും. പ്രത്യേകിച്ച് ചീനിമുളകാകുമ്പോൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അതെ നമ്മുടെ മച്ചാട് മല കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണെന്നറിയോ. അതിൻ്റെ താഴെ ഇവിടെ കൃഷി സ്ഥലമാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൃഷി വീഡിയോ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരേക്കും ഓക്കെ, ബൈ.